ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ള കാര്യം മക്കളോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ബാലൻ. അപ്പോൾ ദേ, നിങ്ങൾ പഴയ മക്കളായി അവളുടെ കൈകളിലേക്ക് തിരിച്ചെടുക്കാൻ അവളായിട്ട് നടത്തുന്ന ഒരു നിഴൽ യുദ്ധമാണെന്ന കാര്യം ബാലൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇത് കേട്ട് മക്കൾ അന്തം വിട്ടിങ്ങനെ ഇരിക്കുന്നു. നിങ്ങളിപ്പോൾ ചെയ്യാനുള്ളത് അലീനയെ എന്തിനു വേണ്ടിയിട്ടാണോ ഇവിടെ നിന്ന് പോയത് അതിനു വേണ്ടി തന്നെ നിലകൊള്ളുക എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യം നോക്കുക, പഠിക്കുക. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഇടപെടാനോ അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കുകയോ ചെയ്യരുത്. അപ്പോൾ എല്ലാത്തിനും ഞങ്ങൾ ശ്രദ്ധിച്ചോളാമെന്ന് പറഞ്ഞു കൃഷ്ണ. ഇവിടെ പുതിയ രീതികൾ കൊണ്ടുവരികയോ പുതിയ വേലക്കാരിയെ വയ്ക്കുകയോ പുതിയ ടൈം ടേബിൾ തീരുമാനിക്കുകയോ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ചെയ്യുക, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പകുതി പരിഹാരം ഉണ്ടാവുമെന്നും ബാലൻ പറയുക. ആരോടും വഴക്കിടാനോ തർക്കിക്കാനോ മത്സരിക്കാനോ ഇല്ലാണ്ട് വരുമ്പോൾ തന്നെ നിങ്ങളുടെ അമ്മ തന്നെ അങ്ങ് ഒതുങ്ങിക്കോളൂ എന്നും പറഞ്ഞു. മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം മനസ്സിലായെന്ന് പറഞ്ഞു പിള്ളേർ. ബബിത, എന്താ അച്ഛാ? ദേ, എനിക്കറിയാം നിനക്ക് വൈജ ചെയ്യുന്ന കാര്യങ്ങളോട് യോജിച്ചു പോകാനായിട്ട് വലിയ പാടാണെന്ന്. അപ്പം നീ അപ്പം തന്നെ അതിൻ്റേതായ രീതിയിൽ സംസാരിക്കുന്നു. അപ്പം ഞാൻ ഇനിയൊന്നും പറയില്ല അച്ഛാ എന്നും പറഞ്ഞു ബബിത ഇങ്ങനെ അച്ഛനോട് പറയാം. പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, നിനക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ നീ എൻ്റെ അടുത്ത് വന്ന് പറയണമെന്ന് ബാലേട്ടൻ അന്നേരം പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. നിനക്ക് നീതിയില്ല ന്യായമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ എന്നോട് വന്ന് പറഞ്ഞു, നമുക്കത് നയപരമായിട്ട് ശരിയാക്കി എടുക്കാവുന്ന കാര്യം ബാലൻ ഇങ്ങനെ പറയാം. അപ്പം എനിക്ക് മനസ്സിലായി അച്ഛാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യണമെങ്കിൽ എൻ്റെ മുറിയിലോട്ട് പോരാ, ഞാൻ മൊത്തത്തിൽ കൊളാക്കിയിട്ടേക്കാമെന്ന് ബാലേട്ടൻ പറയാം. അപ്പം അതൊക്കെ കേട്ടപ്പോൾ പിള്ളേർ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈജയുടെ കണ്ണിൽ പെടാത്ത ശബ്ദം വരാത്ത നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. ശരി അച്ഛാ, ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ മക്കളെ മറ്റൊരു മക്കളാക്കി മാറ്റിയെടുത്ത് നമ്മുടെ ബാലൻ ഇറങ്ങാൻ തുടങ്ങുക. ഞാൻ എന്നതാ പറഞ്ഞത്, നിങ്ങളതൊന്നും ഉള്ളിലേക്ക് എടുക്കണ്ട, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടോ. നബാ എന്നും പറഞ്ഞ മക്കളെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർ 4 പേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയം മക്കളെയും കൂട്ടിക്കൊണ്ട് ബാലനകത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ദേ കയറി ചെന്നപ്പോൾ തന്നെ ചോദ്യം ചെയ്യാൻ പാകത്തിന് വൈജ ചേച്ചി അവിടെ നിൽക്കുക. തിന്നോടാ നിൻ്റെ കരിമന്തി, നിങ്ങളും കരിമന്തി ആണോടി തിന്നത് എന്നിങ്ങനെ മക്കളോട് ചോദിച്ചു. അപ്പോൾ ഞാനൊരു കിമ്മതന്തി ഫ്രൈ കഴിച്ചു. കൃഷ്ണ എന്നതാ കഴിച്ചത് എന്ന് എനിക്കറിയത്തില്ലെന്ന് നമ്മുടെ ബബിത. അപ്പോൾ കിമ്മതന്തി ഫ്രൈയോ, നീ എന്നെ കുരങ്ങ് കളിപ്പിക്കുകയാണോടി എന്ന് ചോദിക്കുമ്പം ഞാൻ കളിപ്പിക്കണ്ടല്ലോ, ധനിയെ കളിക്കാൻ അറിയാലോ എന്ന് ബബിത. അച്ഛൻ ഒരു ദിവസം ബിരിയാണി വാങ്ങി തന്നു എന്ന് വിചാരിച്ച് കണ്ടമാനം അങ്ങ് കിടന്ന് നെകളിക്കല്ലേ മോളെ. എൻ്റെ അടുക്കളയിലുണ്ടാക്കിയ ആഹാരം കഴിച്ചാ നീ ഇത്രയും വളർന്നത്. നീ മാത്രമല്ല, എൻ്റെ മക്കൾ 3 പേരും അല്ലേന്ന് ചോദിച്ചു. അപ്പം ഇതിപ്പോൾ അല്ലാന്ന് ഇവിടെ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു കൃഷ്ണ. ഒരുത്തി അഹങ്കാര വർത്തമാനം പറഞ്ഞത് കേട്ടില്ലേന്ന് ചോദിച്ചു. കിമ്മതന്തിയെ ചുട്ടു തിന്നെന്ന് എന്നും അച്ഛൻ വിളിച്ചുകൊണ്ട് പോയി ഹോട്ടലിൽ നിന്ന് ഉരുട്ടി തരുമോ എന്നും ചോദിക്കാം. ആ കാണുന്ന അടുക്കളയിൽ വേവണം നിങ്ങളുടെ ആഹാരം, അതിന് ഞാൻ തീരുമാനിക്കണമെന്ന് വൈജ. അപ്പം അമ്മ തീരുമാനിച്ചോ, ഞങ്ങൾ ആരും അങ്ങോട്ട് കൈകടത്താൻ വരുന്നില്ല എന്ന് ബബിത പറഞ്ഞു. ഓരോന്ന് ചെയ്യുമ്പോഴും എന്നെ തോപ്പിക്കുകയാണെന്നാണ് വിചാരം, തോക്കുന്നത് അവനവനാണെന്ന് അറിയുന്നില്ല എന്ന് വൈജ. അത് കേട്ടപ്പോൾ ബാലനിട്ടാന്ന് ബാലന് മനസ്സിലായി. ഇതിപ്പോൾ ഞങ്ങൾക്കൊരു നേരം പുറത്തു പോയി ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചു രോഹിത്ത്. അപ്പോഴേക്കും രോഹിത്തിനെ തുറച്ച് നോക്കി നേരെ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അയ്യോ, കഴിച്ചോ? എന്നും കഴിച്ചോളണമെന്നാ പറഞ്ഞത്. ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്നിങ്ങനെ വൈജ പറയുമ്പോൾ അച്ഛനും അനുസരിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു കൃഷ്ണ. ഈ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അച്ഛൻ ഇതിനൊന്നും മറുപടി പറയാനില്ലേ? അച്ഛനല്ലേ കുടുംബനാഥനെന്ന് ബബിത ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്കും ബാലൻ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുക ദേഷ്യത്തോടെ. അപ്പം അച്ഛനൊന്നും പറയാനില്ലല്ലേ ബബിത? ഇല്ലല്ലേ എന്ന് ബബിത ചോദിക്കുമ്പോൾ ആരോട്? അമ്മയോട്. എനിക്ക് അമ്മയില്ലല്ലോ, മരിച്ചുപോയി എന്ന് ബാലേട്ടൻ പറയാ ബബിതയോടെ. ഭാര്യയും ഇല്ല. അപ്പോൾ വൈജി ഇങ്ങനെ നോക്കുക അന്തം വിട്ട് ബാലനെ. ഇറങ്ങിപ്പോയി എൻ്റെ മനസ്സിൽ നിന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു കയറി വരാൻ പറ്റും. മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു കയറണമെങ്കിലേ എന്നോട് ചോദിക്കണമെന്ന് നമ്മുടെ ബാലൻ അന്നേരം പറയും. വൈജി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക. എൻ്റെ ഭാര്യ തിരിച്ച് കയറിയിട്ടുമില്ല, കയറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വൈജ ബാലൻ്റെ മുന്നിലേക്ക് വന്നിട്ട് അപ്പോൾ ഞാൻ പിന്നെ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പ്രേതം. വൈജ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ, കണ്ണുന്തി പിടിച്ച്. എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട്
ഞാനില്ലാത്ത നേരം നോക്കി പതുങ്ങി വീട്ടിൽ വന്ന് കയറിയ പ്രേതം എന്നും പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. പിള്ളേരുടെ വഴി നോക്കി അതും പോയി. രോഹിത്തും കൃഷ്ണയും ഒക്കെ. പിന്നെ ബബിത ഇങ്ങനെ അമ്മയെ തന്നെ നോക്കി നിൽക്കുവാണ്. ഇത്രയും നേരം കിടന്ന് ചെലച്ചതിൻ്റെ എല്ലാം തീർത്തു കൊടുത്തു നമ്മുടെ ബാലൻ. ബബിത ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. വൈജ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ ബബിതയുടെ കണ്ണിൽ നിന്ന് ആദ്യമായിട്ട് ഒരിറ്റ് കണ്ണുനീര് വീണു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിൽ നല്ല ചിക്കനൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുക. അപ്പച്ചനും മോനും കൂടി ചെറിയ രണ്ടെണ്ണമൊക്കെ അടിച്ചങ്ങനെ ഇരിക്കുന്നു. കുടിച്ച് സ്റ്റാൻലി കുടിച്ചത് കൂടിപ്പോയി. ലാസ്റ്റ് സ്റ്റാൻലിയുടെ ഉള്ളിലുള്ളത് മുഴുവനും പുറത്തേക്ക് ചാടും. അപ്പച്ചനാണെങ്കിൽ കുടിക്കാൻ സമ്മതിക്കാതെ നീ പോയി കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഇല്ല അപ്പച്ചാന്ന് പറഞ്ഞു. എടാ രാത്രി ഒരുപാടായടാന്നും പറഞ്ഞു അപ്പച്ചൻ ഇങ്ങനെ പറയൂ കേട്ടോ. രാത്രിയുടെ വഴിക്ക് പോട്ടെ എൻ്റെ അപ്പച്ച എന്ന് സ്റ്റാൻലി. നമ്മളത് ഗവനിക്കണ്ട എന്ന് സ്റ്റാൻലി അപ്പച്ചനോട് പറയുന്നു. ഇതൊക്കെ കണ്ട അപ്പച്ചൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കും കേട്ടോ. സ്റ്റാൻലി ഒഴിക്കുന്നു, കുടിക്കുന്നു. ഒരെണ്ണം കൊണ്ട് നിർത്താനായിട്ട് ഇരുന്നതാ ഞാൻ, പക്ഷേ നടന്നില്ല അപ്പച്ച. മരിച്ച് സ്വർഗത്തിലോട്ട് പോകുമ്പോൾ ഈ സാധനം അവിടെ കിട്ടത്തില്ല എന്ന് സ്റ്റാൻലി പറയുക. അവിടെ ഇതൊന്നുമില്ല, ബിവറേജസ് ഇല്ല, സോഡയില്ല, ഐസ് ഇല്ല, ഇതൊന്നും കിട്ടില്ല. ഗ്ലാസ് ഇല്ല, ടച്ചിങ്സും ഇല്ല. അത് അപ്പച്ചൻ അറിയാവോ എന്ന് ചോദിച്ചു. ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു രക്ഷയും ഇല്ല. അപ്പം ലാലിച്ച വേണ്ട, ഇപ്പം തന്നെ നീ നല്ല പറ്റാകട്ടോ എന്ന് അപ്പച്ചൻ. ഇനി ഒരു തുള്ളി പോലും നീ കുടിക്കേണ്ടത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചതിനുള്ള ഉത്തരം അപ്പച്ചൻ പറഞ്ഞില്ല എന്ന് സ്റ്റാൻലി. അപ്പച്ചൻ എന്തുകൊണ്ട് ഒരൊറ്റ ഒരെണ്ണം അടിച്ചുകൊണ്ട് നിർത്തി? പറ അപ്പച്ച. ചിന്നമ്മയെ പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഒറിജിനൽ ചിന്നമ്മയെ ഞാൻ പേടിച്ചിട്ടില്ല, പിന്നെയാണോ ചിന്നമ്മയുടെ ഫോട്ടോ കോപ്പി എന്നൊക്കെ ചോദിച്ചിങ്ങനെ അപ്പച്ചൻ. അന്നേരം അപ്പച്ച ഒറിജിനൽ ചിന്നമ്മ ഇവിടെ ഉള്ളത് തന്നെയാണെന്ന് അപ്പച്ചനും അപ്പച്ചൻ്റെ ചിന്നമ്മയും പിന്നെ ഞാനും കൂടി ചേർന്നിട്ടുണ്ടായ ഒരു 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 ഉഗ്രൻ ചിന്നമ്മയാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ കാട്ടുപ്ലാക്കൽ ചിന്നമ്മ വേറെ വീട്ടിൽ നിന്ന് വന്നതല്ലായിരുന്നു എന്ന് അപ്പച്ചനോട് ചോദിക്കുക സ്റ്റാൻലി. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് തന്നെ ചിരിക്കുക കേട്ടോ, ശരിക്കും തലയ്ക്ക് പിടിച്ചല്ല. അപ്പം ഇത് നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം ചിന്നമ്മയാണെന്നൊക്കെ പറഞ്ഞ് കൊട്ടാരമാറ്റത്തിൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ അങ്ങനെ ചുമ്മായിരുന്നു ഇങ്ങനെ ഒച്ചത്തിൽ അലറിച്ചിരിക്കുക. അപ്പം ലാലിച്ച വേണ്ട, നിനക്ക് നല്ലതുപോലെ തലയ്ക്ക് പിടിച്ചു, മതി, ഇനി നീ പോയി കിടക്കാൻ പറഞ്ഞു അപ്പച്ചൻ. അപ്പം അപ്പച്ചൻ എന്നെ അങ്ങനെ കിടത്താനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു സ്റ്റാൻലി. ഞാൻ കിടക്കുകയില്ലാന്നും പറഞ്ഞു. അപ്പച്ചൻ എന്തുകൊണ്ടാ ഒരൊറ്റ എണ്ണത്തിലും മതിയാക്കിയത് അത് പറയാൻ പറഞ്ഞു. അപ്പച്ചൻ അവളെ പേടിയായിട്ടല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് അറിയണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്റ്റാൻലി അപ്പച്ചനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് കുറച്ച് നേരം ഇരുന്നു, പിന്നെ എഴുന്നേറ്റു, പിന്നെ നടന്നു, ആടിയൊക്കെ നടന്നുകൊണ്ട് ഇങ്ങനെ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പറയുക. നമ്മൾ കണ്ടമാനം കുടിച്ചിട്ട് ആടി കൊഴിഞ്ഞ് ചെന്നാലേ ആർക്കാ ഇഷ്ടപ്പെടുന്നേ? അവൾക്കത് ഇഷ്ടപ്പെടുവോടാ ലാലിച്ച? നീ നോക്ക്, എടാ മോനെ, ഞാൻ പറയുന്ന നീ കേക്ക്. നോക്ക്, അവളുടെ മുന്നിൽ നമ്മളുടെ വില കളയരുത്. പിന്നെ അവൾക്ക് നമ്മളോടൊരു മതിപ്പ് തോന്നുമോ? ഇല്ല എന്ന് അപ്പച്ചൻ മോന് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടപ്പോൾ സ്റ്റാൻലി ഒന്ന് ചിരിച്ചു. അപ്പച്ചനിപ്പോൾ ചിന്നമ്മയുടെ മതിപ്പ് കിട്ടിയിട്ട് എന്നാത്തിനാണെന്ന് ചോദിച്ചു. പറഞ്ഞേ അപ്പച്ച, എന്നാത്തിനാന്ന് ചോദിക്കുമ്പം നമ്മളോട് സ്നേഹമുള്ളവരുടെ മതിപ്പും ബഹുമാനവും നമുക്ക് കിട്ടണമെന്നും അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിൽ നിൽക്കണമെന്നും അപ്പച്ചൻ പറഞ്ഞു കൊടുത്തു. ശരി, ഓക്കെ ഞാനത് സമ്മതിച്ചു അപ്പച്ച. പക്ഷേ വേറൊരു കാര്യം, അത് ഞാൻ അപ്പച്ചനോട് ചോദിച്ചോട്ടെ. മിനിഞ്ഞാന്ന് തിരിച്ചു പോകാൻ വന്ന അപ്പച്ചൻ എന്തിനാ പുനലൂർക്ക് തിരിച്ചു പോകാതെ ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നേ? അതെ, എനിക്ക് ഇവിടുന്ന് കുറച്ച് കുറുന്തോട്ടി വേര് പറിച്ചുകൊണ്ട് പോകണം. വാദത്തിനാ എന്ന് അപ്പച്ചൻ പറഞ്ഞപ്പം ഭൂതത്തിനാന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവിടെ കിടന്ന് ഒച്ചയ്ക്ക് ചിരിക്കുന്നു. ഒന്ന് അപ്പച്ച എന്നും പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ കസേരയൊക്കെ തട്ടി തെറിപ്പിച്ച് അതിൽ പോയിരുന്നു. അപ്പച്ചൻ്റെ വിചാരം അപ്പച്ചൻ്റെ കള്ളത്തരം ആർക്കും മനസ്സിലാകില്ല എന്നാണെന്നും പറഞ്ഞു സ്റ്റാൻലി. ഞാൻ ആദ്യം വിചാരിച്ചതേ ഇങ്ങോട്ട് നോക്കിയ അപ്പച്ച എൻ്റെ കൂടെ ഇരുന്ന് 3-4 ദിവസം വെള്ളം അടിക്കാനാണെന്നാണ്.
ഹും, അപ്പച്ചനെ ഫ്രണ്ട്സൊക്കെ പോലും വേണ്ട, എന്നെക്കാളും വലുത് അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ വലുത് ദേ അപ്പച്ചൻ്റെ ചിന്നമ്മയാ അല്ലേന്ന് ചോദിച്ചു. അതങ്ങനെയല്ലേ അപ്പച്ച എന്നൊക്കെ ചോദിക്കുകയാണ്. കൊച്ച് കള്ള, സത്യം പറ അല്ലേ? അന്നേരം ലാലിച്ച, നിനക്ക് ലെവലില്ല, നീ ഒന്നും പറയണ്ടെന്ന് അപ്പച്ചൻ. അപ്പോഴേക്കും നമ്മുടെ ലാലിച്ചൻ, അപ്പച്ചനെ സത്യം പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അപ്പച്ചൻ എന്താ സത്യം പറയാത്തേ? അപ്പച്ചാ എന്ന് പറഞ്ഞ് അവിടുന്ന് പിന്നെ എഴുന്നേറ്റു. എന്നിട്ട് ദേ കസേര എടുത്ത് അപ്പച്ചൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട്, എൻ്റെ മോള് മിടിക്കുകയല്ലേ എന്ന് ചോദിച്ചു. അതെ, അല്ലെന്ന് ആര് പറഞ്ഞു? അവളെ സുന്ദരിയല്ലേ എന്ന് ചോദിച്ചു. അഴകും അഭിമാനവും അച്ചടക്കം ഉള്ളവളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആണെന്നേ. ആ അപ്പച്ചനെ, എൻ്റെ മോളെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടില്ലേ? ആ ഞാൻ സമ്മതിച്ചടാവേ, എല്ലാം സമ്മതിച്ചു. അപ്പോൾ സ്റ്റാലിൻ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക. പിന്നെ അപ്പച്ചൻ അറിയാവോ, ഞാനിവിടെ ലോകത്തിൻ്റെ ഏതോ കോണിലുള്ള ഈ ഒരു വീട്ടിൽ ഒറ്റയാനായിട്ട് കഴിയുകയാണെന്ന് സ്റ്റാൻലി പറയാം. നന്ദിയുള്ള കുറച്ച് നായ്ക്കൾ മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടിന്. അപ്പോഴാ എനിക്കൊരു രാജകുമാരിയെ കിട്ടിയത് എന്ന് സ്റ്റാൻലി അപ്പച്ചനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് ഒന്നും വേണ്ടാതെ അപ്പച്ചൻ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പച്ചൻ അറിഞ്ഞോ, ഞാൻ അവിടെ പേര് മാറ്റി പ്രിൻസസ് ഓഫ് കുളത്തൂർ പുഴ എന്നാക്കി എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലി ഇരുന്ന് പറയുന്നു. അപ്പച്ചൻ ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ ഇരിക്കുവാണ്. ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് നടന്ന് ഈ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കും. അതായാലും കൊള്ളാം, നല്ല കാര്യമാണ്, എന്നെ കൂടെ കൊണ്ടുപോകാവോ എന്ന് അപ്പച്ചൻ ചോദിക്കുമ്പോഴത്തേക്കും സ്റ്റാൻലി അങ്ങ് ഒരൊറ്റ ചിരിയായിരുന്നു. അങ്ങനെ അപ്പച്ചനും മോനും കൂടി ഇരുന്ന് പറഞ്ഞു, ആരെയും ഞാൻ കൊണ്ടുപോകത്തില്ല, ഞാൻ മോളും മാത്രം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആകാശത്തോടെ പറക്കുമെന്നൊക്കെ പറഞ്ഞ് തൻ്റെ ഉള്ളിലുള്ളതെല്ലാം പറയുക. അപ്പം മഞ്ഞുമലയിൽ കൂടി ഞങ്ങൾ ഓടും, കര കാണാ കടലിൽ നീന്തും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ നടക്കുന്ന കാര്യം വല്ലതും ആണോ? നാളെ കെട്ടിറങ്ങുമ്പോൾ ഇതൊക്കെ നീ മറക്കുമോ എന്ന് അപ്പച്ചൻ ഇങ്ങനെ സ്റ്റാൻലിയോട് ചോദിച്ചു. അപ്പം ഞങ്ങൾ ലോകം ചുറ്റിയിട്ട് തിരിച്ചു വന്നാലുടൻ രാജകുമാരിയുടെ കല്യാണം രാജകീയമായിട്ട് ഞാൻ നടത്തുമെന്ന് സ്റ്റാൻലി അപ്പച്ചനോട് പറയുന്നു. ഏതെങ്കിലും കോടീശ്വരനായിട്ടുള്ള ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടും എന്നും സ്റ്റാൻലി പറയും. എടാ ലാലിച്ച, അതൊക്കെ വേണ്ടുന്ന കാര്യം തന്നെയാ, വേണ്ടത് തന്നെയാ, നീ ചെയ്യുകയും വേണം. അവൾക്ക് ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാകരുത് എന്ന് സ്റ്റാൻലി പറയുവാണ്. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ട് വന്നവളാ എൻ്റെ മോള്. ഇനി അവൾ സന്തോഷത്തോടെ ജീവിക്കണം, അതെനിക്ക് കാണണം. അപ്പം അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിനക്ക് അലീന മാത്രമല്ല, വേറെയും മക്കളുണ്ടെന്നുള്ള കാര്യം നീ മറന്നേക്കരുത് എന്ന് അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും സ്റ്റാൻലി നേരെ അപ്പച്ചൻ്റെ മുന്നിലേക്ക് വന്നിങ്ങനെ നിന്നു. ഒരു ചിരിയും ചിരിച്ചു. അവളെപ്പോലെയാണോ അപ്പച്ച അലീന? ആണോ? 23 വർഷം അവൾക്ക് ആരും ഇല്ലായിരുന്നു. അനാഥയായിട്ട് അനാഥാലയത്തിൽ ജീവിച്ചവളാ. ജനിച്ചപ്പം മുതലേ അവൾ എവിടെയായിരുന്നു എന്ന് അപ്പച്ചൻ അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം എനിക്ക് അറിയാടാ, നീ ഇനി കുടിക്കണ്ട, മതി, നിർത്ത്, ഇനി വേണ്ടടാ ലാലിച്ചാന്ന് പറഞ്ഞു. ആരും എന്നെ പിടിക്കണ്ട, എനിക്കറിയാം, എല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് സ്റ്റാൻലി ഇങ്ങനെ ആടി പോവുക. എൻ്റെ മോളെന്നും പറഞ്ഞ് നേരെ അലീനയുടെ മുറിയുടെ അങ്ങോട്ട് പോവുക. കുളത്തൂർ പുഴയിലെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അലീനയുടെ റൂമിലേക്കാണ് പോയത്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഉറങ്ങിയില്ലേ മോളെന്ന് ചോദിച്ചാൽ അപ്പച്ചൻ അലീനയുടെ റൂമിലേക്ക് കയറി ചെന്നു. അലീന നേരം വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പച്ചൻ ഞാൻ അലീനയുടെ അടുത്തിരുന്നു. എന്നാ പറ്റി, എന്തിനാ എൻ്റെ മോള് കരയുന്നതെന്ന് ചോദിച്ചു. തീർന്നോ കള്ളൂടി? അത് ഞാൻ അങ്ങനെ കണ്ടമാനമൊന്നും കഴിച്ചില്ലെന്നേ എന്ന് അപ്പച്ചൻ. ഒരൊറ്റ ഒരെണ്ണം അത്രേ ഉള്ളെന്നേ എന്നും പറഞ്ഞ അപ്പച്ചൻ വന്ന് പറയാം. ലാലിച്ചൻ പിന്നെ ഒഴിക്കാനായിട്ട് എടുത്തതാ, ഞാൻ പറഞ്ഞു വേണ്ടാന്ന്, ഞാൻ കുടിച്ചില്ല എന്നേ. എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കണേന്ന് ചോദിക്കാൻ മേലെ വലിയപ്പച്ചന്. സ്വന്തം മോനല്ലേ അത്, അവൻ മിലിറ്ററിയിലായിരുന്നപ്പോൾ തുടങ്ങിയതാ, പിന്നെ അങ്ങോട്ട് നിർത്താൻ പറ്റിയില്ല എന്നേ. ഞാൻ കുറേ പറഞ്ഞു നോക്കിയതാ, ഇന്നും പറഞ്ഞു. ലാലിച്ച ഇങ്ങനെ കുടിക്കല്ലേടാ, ഇവിടെ ഒരു പെങ്കൊച്ചുള്ള ഓർമ്മ നിനക്ക് വേണം. അവൻ അതൊന്നും ഒരു വിഷയമേ അല്ലെന്നേ, എന്നാ ചെയ്യാനാ എന്നൊക്കെ അപ്പച്ചൻ ചോദിക്കുമ്പോൾ വലിയപ്പച്ചനും കൂടെ പോയി ഇരുന്നിട്ടല്ലേ എന്ന് ചോദിച്ചാൽ അലീന. ഞാൻ വർത്താനം പറയാൻ വേണ്ടി പോയിരുന്നതാ മോളെ,
ആ ഇതിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയാണല്ലോ. അപ്പം ഞാനില്ലെങ്കിലും അവൻ കുടിക്കും. ഞാൻ രാവിലെ തന്നെ അവൻ തുടങ്ങും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ മാതിരി ഈ ചങ്കും കരളുമൊക്കെ ഉരുക്കി കളയുന്ന സാധനം അല്ലെന്നേ അവൻ കഴിക്കുന്നേ. വില കൂടിയ സാധനങ്ങളാണ് അവൻ കഴിക്കുന്നത്. ഫോറിനിൽ നിന്ന് വരുത്തുന്ന സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും അത് മദ്യമാണല്ലോ, ആൽക്കഹോൾ എന്ന് തന്നെയല്ലേ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഓരോ കുപ്പിയിലും, ഇല്ലേ? ഇല്ലെന്നേ, അങ്ങനെ എഴുതിയിട്ടൊന്നും ഇല്ലെന്നേ. പിന്നെ അവരുടെ മദ്യത്തിന് വിഷം തീരെ കുറവാ ഒന്ന് വല്യപ്പച്ചൻ. എന്നിട്ട് കുടിക്കേണ്ട പോലെയാണോ കുടിക്കുന്നത്? അവൻ ഇങ്ങനെ ഗ്ലാസ് നിറച്ച് വെച്ചിട്ട് ഒറ്റ വലിക്ക് കുടിക്കുകയില്ല, കുറേച്ചേ കുടിക്കുള്ളൂ. അങ്ങനെ എങ്ങാനും അവൻ കുടിച്ചിരുന്നെങ്കിൽ അവനിപ്പോൾ ഇങ്ങനെ ഇരിക്കുമോ? അപ്പോൾ പുറമേ കാണുന്നത് പോലെയാണ് എല്ലാവരുടെ അകം. നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് ഓടിച്ചാടി നടക്കുന്ന പലരും പെട്ടെന്ന് വീഴുന്നില്ലെന്ന് ചോദിച്ചു. എന്തെല്ലാം അവയവങ്ങളുണ്ട് നമ്മുടെ വയറിനകത്ത്, അതിനെല്ലാം കേടുവരുത്തുന്ന സാധനമല്ലേ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നേ? മരുന്നല്ലല്ലോ, ആണോ? അതെ, അല്ല, മരുന്നല്ല. പക്ഷേ ലാലിച്ചൻ ആരോഗ്യമൊക്കെ നോക്കുന്നുണ്ട് മോളെ. മെഡിക്കൽ ചെക്കപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാന്നേ. ഇതുവരെ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഓ, നല്ല ആരോഗ്യമുള്ള സമയത്ത് കുഴപ്പമൊന്നുമില്ലാന്ന് വെച്ച് ഇനി കുഴപ്പമുണ്ടാവാൻ ഒരു സാധ്യതയില്ലേ എന്ന് അലീന ഇങ്ങനെ വല്യപ്പച്ചനോട് ചോദിച്ചു. വല്യപ്പച്ചനൊന്നും മിണ്ടുന്നില്ല. പതുക്കെ ആരോഗ്യം ക്ഷയിക്കും. അതോ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് ചോദിച്ചു. ക്ഷയിക്കും. ഇതും ആരോഗ്യം ക്ഷയിപ്പിക്കുന്ന സാധനം തന്നെയല്ലേ? അപ്പോൾ ഒരു സംശയവും ഇല്ല. ആയുസെത്തി കൂടുതൽ കഴിച്ചാൽ കാര്യം പാളും. അപ്പോൾ പ്രായം കൂടുമ്പോൾ മദ്യത്തിൻ്റെ അളവ് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു സംശയം വേണ്ട, കുറയ്ക്കണം. വല്യപ്പച്ചൻ്റെ മകൻ ലാലിച്ചൻ അത് കുറയ്ക്കുന്നുണ്ടോ? ഇല്ല. അതല്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. വല്യപ്പച്ചൻ എന്താ ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? അപ്പോൾ എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നീ പറഞ്ഞതുപോലെ എനിക്ക് പ്രായമായി, ഞാൻ കൂടിയും കുറച്ചു. അപ്പോൾ വല്യപ്പച്ചൻ്റെ മകനും അത് കുറയ്ക്കണം, കുറച്ചേ പറ്റൂ. അപ്പം നമുക്ക് പറയാമെന്നല്ലാതെ കയ്യെ കയറി പിടിക്കാൻ പറ്റുമോ മോളെ എന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ ഇങ്ങോട്ട് വരണ്ടായിരുന്നു, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അലീന. ഞാൻ ആരാ ഇവിടെ? കുറേ കറുത്ത പട്ടികൾ കൂടി ഒരു വെളുത്ത പട്ടി. അപ്പോൾ നമ്മുടെ വല്യപ്പച്ചൻ ഒരൊറ്റ ചിരിയായിരുന്നു. വല്യപ്പച്ചൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് അലീനയുടെ അരികിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.